ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹദ്ദാദിന്റെ 18ാമത്തെ ദിക്ർ. ചുരുങ്ങിയത് 50 പ്രാവശ്യം. സാധാരണ നമ്മളൊക്കെ ചൊല്ലാറുള്ളത് 50ആണ്. 50 പ്രാവശ്യം നമ്മൾ ഈ ദിക്ർ ഹദ്ദാദിൽ ചൊല്ലി പൂർത്തിയാക്കുകയാണ്. ഈ ദിക്ർ അഫ്ളലാണ്, അഫ്ളൽ ദിക്റാണ്, ദിക്റുകളിൽ ഏറ്റവും പുണ്യമായ ദിക്റാണ്. നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അഫ്ളലായ ദിക്ർ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, അഫ്ളൽ ദിക്ർ ലിസാനു ദിക്ർ, ദിക്റുൽ ലിസാൻ, ദിക്റുൽ ലിസാനി മഅ ഹുദൂരിൽ ഖൽബ്, ഹൃദയ സാന്നിധ്യത്തോടെ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്ർ. ഹൃദയ സാന്നിധ്യത്തോടെ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റാണ് അഫ്ളൽ ദിക്ർ. അങ്ങനെയും മനസ്സിലാക്കണം. ഇപ്പൊ ഹൃദയ സാന്നിധ്യമില്ലാതെ ഇനി ഏറ്റവും വലിയ പുണ്യമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. മഅ ഹുദൂരിൽ ഖൽബ്, ഹൃദയത്തിന്റെ സാന്നിധ്യം വളരെ പ്രാധാന്യമാണ്. ഹൃദയത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ചിന്ത, ദിക്റാണ് എന്നുള്ള ചിന്ത, അതിലൊക്കെ ഉപരി ചൊല്ലുന്ന ആ വാക്യത്തിന്റെ അർത്ഥം, അതിന്റെ മഅന ഒക്കെ ഉൾക്കൊണ്ട് ഉള്ള ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അഫ്ളൽ ദിക്റാണ്, ഏറ്റവും പുണ്യമുള്ള അഫ്ളലായ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പ്രതിഫലം, ആ വാക്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്യമെങ്കിൽ അവൻ അതുകൊണ്ട് സ്വർഗം വാങ്ങിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അത് മരിക്കുന്ന സമയത്ത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോ മാസങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പൊക്കെ സംസാരശേഷി തന്നെ നഷ്ടപ്പെടും. അങ്ങനെ കിടന്ന് മരിക്കും. പക്ഷെ അവസാനം ആ വാക്കാണ് ഒരാൾ പറഞ്ഞു വച്ചതെങ്കിൽ അവൻ അതുകൊണ്ട് സ്വർഗത്തിൽ പോകും എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. വല്ലാത്തൊരു അർത്ഥാണത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നല്ല. ലാ മഅബൂദ ബിൽ ഹഖ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ചിന്തിക്കുന്ന പക്ഷം, മനസ്സിലാക്കുന്ന പക്ഷം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളൂ. ഇത് നമ്മുടെ വിശ്വാസമാണ്. അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. മറ്റുള്ളവർ എന്ത് വിശ്വസിക്കുന്നു ഇല്ല, അത് അവരുടെ കാര്യം. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അതങ്ങനെ തന്നെയാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലാ മഅബൂദ ബിൽ ഹഖ് ഇല്ലല്ലാഹ്.